പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം വായിക്കാം. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവിളുകയും ക്രിസ്തു യേശുവിൽ കാക്കും. അപ്പോസ്തലനായ പൗലോസ് തന്റെ മിഷണറി യാത്രയിൽ ഫിലിപ്പിയർക്ക് ലേഖനം എഴുതിയപ്പോൾ പൗലോസ് പറയുകയാണ്, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം, ലോകത്തില് ഒരു ബുദ്ധിക്കും തോന്നുകയില്ലാത്ത, തരുവാൻ കഴിയില്ലാത്ത ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കും. നമ്മൾ യേശു ക്രിസ്തു എന്താണ് പറഞ്ഞത്? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ യേശു പറയുകയാണ്, അല്ല, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ലോകം തരുന്ന പോലെയല്ല ഞാൻ തരുന്ന സമാധാനം. സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്ന പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും വരുന്നത്. ഞാൻ പോകുന്നത് നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യുമെന്ന് പറഞ്ഞു. യേശു പറയുകയാണ്, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ലോകം തരുന്ന പോലെയല്ല ഞാൻ തരുന്ന സമാധാനം. യേശു ഹല്ലേലൂയ കാൽവരിയില് പരമയാഗമായി തന്റെ ചങ്കില് ചോര രക്തം വാർന്ന് ഒഴുകി താൻ പരമയാഗമായി തീർന്നു. യേശു ക്രിസ്തു പരമയാഗമായി തീർന്നത് നമ്മുടെ സമാധാനത്തിനും നമ്മളെ പാപത്തിൽ നമ്മളെ രക്ഷിക്കുന്നതിനും വേണ്ടിയാണ്. പഴയ നിയമത്തില് ആദാം പാപം ചെയ്തപ്പോൾ യഹോവയായ ദൈവം ഇറങ്ങി വന്ന് ഒരു മൃഗത്തെ അറുത്ത് അതിന്റെ തോലുകൊണ്ട് അവന് യാഗം കഴിച്ച് ആ തോലുകൊണ്ട് അവന് ഉടുപ്പുണ്ടാക്കി കൊടുത്തതായിട്ട് നാം വചനത്തിൽ വായിക്കുകയാണ്. ഇവിടെ പുതിയ നിയമത്തില് ഇനിയൊരു യാഗത്തിന്റെ ആവശ്യമില്ല. നമുക്കെല്ലാവർക്കും വേണ്ടി പരമയാഗമായി തീർന്നത് നമ്മുടെ ആത്മരക്ഷിതാവായ യേശു ക്രിസ്തുവാണ്. നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നതാണ് നമ്മുടെ യേശു ക്രിസ്തു. ഇതിപ്പോൾ കൃപായുഗമാണ്. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മൾ സ്വർഗത്തിൽ പോകണമെങ്കിൽ വിശ്വാസ സ്നാനം വെക്കണം, യേശുവിനെ ധരിക്കണം. യേശുവിനോട് വാഗൊണ്ട് നമ്മൾ വിശ്വാസത്തിന്റെ വാക്കുകള് ഏറ്റുപറയണം. അങ്ങനെ വാഗൊണ്ട് യേശുവിനെ ഏറ്റുപറയുകയും വിശ്വാസ സ്നാനവും ഏറ്റ് ദൈവ കൽപ്പന പ്രകാരം നമുക്ക് ജീവിക്കുന്നുവെങ്കിൽ നമ്മൾ സ്വർഗത്തിൽ പോകുമെന്ന് ദൈവം നമുക്ക് ഉറപ്പ് തരികയാണ്. ദൈവം നമ്മൾ പറയുകയാണ്, ഞാൻ ഈ ക്രൂശിന്മേൽ കിടന്ന് എന്റെ രക്തം ഒഴുകി അത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ്. ഈ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരുടെയും ഹൃദയങ്ങളിലേക്ക് യേശുവിന്റെ രക്തം ഒഴുകി വരികയാണ്. നമുക്ക് വേണ്ടി മരിച്ച ആ യേശുവിനെ നമുക്ക് ധ്യാനിക്കുന്നുവെങ്കിൽ, നമുക്ക് വേണ്ടി ജീവൻ പിടഞ്ഞ ആ യേശുവിനെ നമ്മൾ ധ്യാനിക്കുന്നുവെങ്കിൽ നമുക്ക് ശാശ്വതമായ സമാധാനം നമുക്ക് തരും. ആ ക്രൂശിന്മേല് ശത്രുവിനെ അവൻ തകർത്ത് ദൈവത്തിന്റെ സമാധാനം ദൈവം നമുക്ക് തന്നേച്ചു പോവുകയാണ്. അതുകൊണ്ടാണ് അവൻ പറയുന്നത്, ഹല്ലേലൂയ, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്ന പോലെയല്ല. ഹല്ലേലൂയ, ലോകം തരുന്ന പോലെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്ന പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും വരുന്നത്. ഞാൻ പോകുകയും നിങ്ങളുടെ ഇടയ്ക്ക് മടങ്ങി വരികയും ചെയ്യും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടുവല്ലോ. ദൈവം യേശു ക്രിസ്തു പോയി നമുക്ക് ഭവനം ഒരുക്കുവാൻ പോയിരിക്കുകയാണ്. നമുക്ക് വേണ്ടി ഭവനം ഒരുക്കി കഴിയുമ്പോൾ യേശു എന്താണ്? ആ ഭവനം ഒരുക്കി കഴിയുമ്പോൾ യേശു തിരിച്ചു വരും. യേശു തിരിച്ചു വന്ന നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടി യേശു തിരിച്ചു വന്ന് നമ്മളെ കൂട്ടിച്ചേർക്കുമെന്ന് യേശു നമ്മളോട് പറയുകയാണ്. ആ മധ്യാകാശത്തിൽ യേശു ക്രിസ്തു പ്രത്യക്ഷമാകുമ്പോൾ യേശുവിൽ മരിച്ച വിശുദ്ധരുണ്ടല്ലോ, വിശ്വാസ സ്നാനമേറ്റ് യേശുവിനെ ധരിച്ച് യേശുവിന്റെ വചനങ്ങളും ചട്ടങ്ങളും പ്രമാണിച്ച് ജീവിച്ച് മരിച്ചവരുണ്ടല്ലോ, അവരെല്ലാം ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെയുള്ളവർ ഹല്ലേലൂയ അവർക്ക് പുതിയ ശരീരം പ്രാപിക്കും. ആ ഒരു പുതിയ ശരീരം പ്രാപിച്ച് മധ്യാകാശത്തില് അവർ യേശുവിനോട് കൂടെ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യും. ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ യേശുവിനെ ധരിക്കണം. വിശ്വാസ സ്നാനം ഏൽക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർപ്പെടുത്തുകയാണ്. നമുക്ക് യെശയ്യാപ്രവചനം 26-ാം അധ്യായം
3-ാം വാക്യത്തിൽ പറയുകയാണ്, സ്ഥിരമാനുസരിൽ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകൻ യഹൂദ ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, യഹൂദ ദേശത്ത് ഈ പാട്ട് പാടും. അവൻ ബലമുള്ള ഒരു പട്ടണമുണ്ട്, അവൻ രക്ഷയെ ഇസ്രായേൽ ജനത്തിന് വേണ്ടി ദൈവം എന്താണ് ബലമുള്ള ഒരു പട്ടണം അവൻ പണിതിട്ടുണ്ട്. രക്ഷയുടെ മതിലുകളും കൊത്തളങ്ങളും ആക്കി വെക്കുന്നു. ഹല്ലേലൂയ. ആ പട്ടണത്തിലുണ്ടല്ലോ നല്ല ഒരു മതില് ദൈവം പണിതിട്ടുണ്ട്. ഹല്ലേലൂയ. കാവൽക്കാരനായിട്ട് കാക്കാൻ വേണ്ടി കൊത്തളങ്ങൾ പണിതിട്ടുണ്ട്. വിശ്വസ്ത കാണിക്കുന്ന നീതിയുള്ള ജാതി പ്രവേശിക്കേണ്ടതിന് വാതിലുകളെ തുറപ്പിയ ദൈവം പറയുകയാണ്, വിശ്വസ്തരും നീതിയുള്ളവരും ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നവർക്കും വേണ്ടി എവിടെയാണ് ഈ ദൈവത്തിന്റെ ഈ പട്ടണത്തിലുള്ള വാതിലുകളെ തുറപ്പീരെന്ന് ദൈവം പറയുകയാണ്. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തോടെ കാക്കുന്നു. ഹല്ലേലൂയ. നീതിയോടെ ജീവിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നുവെങ്കിൽ ദൈവം അവരെ പൂർണ്ണ സമാധാനത്തില് കാക്കുന്നു എന്ന് ദൈവം ഓർപ്പെടുത്തുകയാണ്. നമുക്ക് റോമാലേഖനം 14-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുകയാണ്, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ സന്തോഷവും അത്രേ. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, ദൈവരാജ്യം നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ സന്തോഷവും അത്രേ. അവിടെ നമുക്ക് പരിശുദ്ധാത്മാവിൽ നിന്നുള്ള ആ സന്തോഷമാണ് ആണ് ദൈവരാജ്യത്തിൽ നമുക്ക് കിട്ടുന്നത്. നീതിയും ഹല്ലേലൂയ നീതിയുമാണ്, ഭക്ഷണവും പാനീയവും അല്ല. ഹല്ലേലൂയ. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ നിന്നുള്ള സന്തോഷവുമാണ്. ഹല്ലേലൂയ എന്ന് ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ നിന്നുള്ള സന്തോഷവും അത്രേ എന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ എപ്പോഴും നമ്മൾ ദൈവത്തില് ആശ്രയിച്ച് ജീവിക്കണമെന്നാണ് ദൈവം നമ്മെ അവിടെ ഓർപ്പെടുത്തുന്നത്. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ, അതിനാലല്ലോ നിങ്ങൾ ഏകശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്ന അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് ലേഖനം എഴുതിയപ്പോൾ 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുകയാണ്, ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളിൽ വാഴട്ടെ. ദൈവത്തിന്റെ സമാധാനം നമുക്ക് തന്നയിച്ചു പോയി. ഹല്ലേലൂയ. അവർ ക്രൂശിന്മേൽ ഹല്ലേലൂയ നമുക്ക് വേണ്ടി മരിച്ചു, തന്റെ പരമയാഗമായി തീർന്നു. തന്റെ രക്തം മുഴുവൻ ഈ ഭൂമിയിലേക്ക് നമ്മുടെ ഓരോരുത്തരെയും ശരീരത്തിലേക്ക് അവൻ ഊറ്റിത്തന്നു. അവന്റെ സമാധാനം അവൻ നമുക്ക് തന്നയിച്ചു പോവുകയാണ്. ഹല്ലേലൂയ. അവന്റെ സമാധാനമുണ്ടല്ലോ, അത് മുഴുവനും ഹല്ലേലൂയ ദൈവം നമുക്ക് തന്നയിച്ചു പോയി. അതുകൊണ്ട് പറയുകയാണ്, അവന്റെ സമാധാനം ദൈവം നമുക്ക് തന്നയിച്ചു പോയി. അതുകൊണ്ട് നമ്മൾ സന്തോഷിക്കുക, ദൈവം നമുക്ക് സമാധാനം തന്നിരിക്കുന്നു എന്ന് നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. 2 തെസ്സലോനിക്കർ 3:16 പറയുകയാണ്, സമാധാനത്തിന്റെ കർത്താവായ യവൻ താൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സകല വിധത്തിലും സമാധാനം നൽകുമാറാകട്ടെ. കർത്താവ് നിങ്ങളോട് എല്ലാവരും ആ സമാധാനത്തിന്റെ കർത്താവായ അവനാൽ ദൈവമാണ് സമാധാനം ഉണ്ടാക്കുന്നത്. യേശു ക്രിസ്തുവാണ് സമാധാനം ഉണ്ടാക്കുന്നത്. ആ സമാധാന കർത്താവായ അവനിൽ നിന്ന് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സമാധാനം ഉണ്ടാകട്ടെ എന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർപ്പെടുത്തുകയാണ്. ദൈവം നമ്മോട് പറഞ്ഞത് എന്താണ്? ഞാൻ നിങ്ങൾക്ക് ഭവനമൊരുക്കുവാൻ പോകുന്നു. ആ ഭവനമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് തന്നെ നിങ്ങളെ ഇരുത്തേണ്ടതിന് ഞാൻ വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. അതുകൊണ്ടാണ് 14-ാം അധ്യായത്തിൽ 27-ാം വാക്യത്തിൽ പറയുകയാണ്, ഞാനൊരു സമാധാനം നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്ന പോലെയല്ല ഞാൻ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഹല്ലേലൂയ. നിത്യമായ സമാധാനം, അതായത് ക്രൂശ് മരണത്തെ മുന്നിൽ കണ്ടാണ് ഹല്ലേലൂയ യേശു കർത്താവ് വാമൊഴിയായത് പറയുന്നത്. ഞാൻ ക്രൂശിന്മേൽ പരമയാഗമായി എന്റെ രക്തം ഹല്ലേലൂയ ധാരധാരയായി ഒഴുതി ഈ ഭൂമിയിലുള്ള മുഴുവൻ ജനങ്ങളുടെയും ഹൃദയങ്ങളിലേക്ക് എന്റെ രക്തം ഹല്ലേലൂയ ആ പുതിയ രക്തം ഹല്ലേലൂയ ആ പുതിയ രക്തം അങ്ങനെ വീഴുമ്പോൾ അവർക്ക് സമാധാനം കിട്ടുമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പുതിയ സമാധാനം നമ്മുടെ എല്ലാം നിലവുകളിലേക്ക് ദൈവം തരുന്നത്. ദൈവം പരമയാഗമായി നമുക്കൊരോരുത്തർക്കും വേണ്ടി പരമയാഗമായി മരിച്ച ആ യേശു ക്രിസ്തു ഉണ്ടല്ലോ, അവന്റെ ശരീരത്തിൽ നിന്ന് വീണിറങ്ങിയ ആ രക്തമുണ്ടല്ലോ, ഹല്ലേലൂയ, ആ ദൈവം നിങ്ങൾക്ക് പറയുകയാണ്. ഹല്ലേലൂയ.
ദൈവം നമ്മോട് പറയുകയാണ്, നീ എൻ്റെ കൽപ്പനകളെ കേട്ടനുസരിക്കുന്നത് കൊള്ളാമായിരുന്നു, എന്നാൽ നിന്റെ സമാധാനം നദി പോലെയും നിന്റെ നീതി സമുദ്രത്തിര പോലെയും ആകുമായിരുന്നു. യെശയ്യാ 48:18 പറയുകയാണ്, നീ എൻ്റെ കൽപ്പനകളെ കേട്ട് നമ്മൾ ദൈവത്തിന്റെ കൽപ്പനകൾ കേട്ട് അനുസരിക്കുന്നു എങ്കിൽ നിന്റെ സമാധാനം നദി പോലെ. എന്താണ് നദി? യേശുവിന്റെ ആ ക്രൂശിന്മേൽ കിടന്ന് മരിച്ച യേശുവിന്റെ രക്തമുണ്ടല്ലോ, ആ രക്തം നദിയായി ഒഴുകി നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് വീഴണം. അങ്ങനെ വീഴുമ്പോൾ ഹല്ലേലൂയ, നമുക്ക് നിത്യമായ സമാധാനം ഓരോ ദിവസവും നദി പോലെ പുതിയ പുതിയ സമാധാനം നമ്മുടെ ജീവിതത്തിലേക്ക് ഉളവാകുമെന്നാണ് പറയുന്നത്. അവന്റെ നീതി സമുദ്രത്തിര പോലെയുമാകുമായിരുന്നു. ദൈവം പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ അവന്റെ നീതി എങ്ങനെയാണ്? സമുദ്രത്തിന്റെ തിര പോലെയും ആകുമെന്നാണ് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. നമ്മുടെ കുറിവാക്യത്തിലേക്ക് വരാം. 4:7 ഫിലിപ്പിയർ 4:7 പറയുന്ന, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കും. യേശുവിന്റെ രക്തം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരുമ്പോൾ, നമ്മൾ യേശുവിലാവുമ്പോൾ, യേശുവിനെ നമ്മൾ വിശ്വസിച്ച് സ്നാനമേറ്റ് അവനോടും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സമാധാനമുണ്ടല്ലോ, ആ സമാധാനം ഹല്ലേലൂയ, ആ സമാധാനം എന്നാണ് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം. അത് ലോകത്തിലെ ഒരു ബുദ്ധിക്കോ ഒരു ശക്തിക്കോ ആ കിട്ടുന്ന സമാധാനത്തെ അറിയുവാനായിട്ട് കഴിയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം യേശുവിന്റെ ഹല്ലേലൂയ, ആ കാൽവരിയിൽ മരിച്ച യേശുവിന്റെ രക്തം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുമ്പോൾ, അവന്റെ മുഖത്തേക്ക് നമ്മൾ നോക്കി ജീവിക്കുമ്പോൾ, നമുക്ക് വേണ്ടി മരിച്ച ആ യേശുവിനെ ക്രൂശിൽ മേലെ നമ്മൾ ധ്യാനിക്കുമ്പോൾ കിട്ടുന്നത് എന്താണ്? ആ വലിയ സമാധാനമുണ്ടല്ലോ, അത് ലോകത്തിലൊരു ബുദ്ധിക്കും കണ്ടുപിടിക്കുവാൻ കഴിയില്ല. ആ വലിയ സമാധാനം, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ഞാൻ നിങ്ങളിലേക്ക് പകരുന്നു എന്നാണ് പറയുന്നത്. ഈ വചനങ്ങളാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ നാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു.